പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന കേരളത്തിലെ എല്ലാ ആളുകളും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. നമുക്കറിയാം, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അർഹതാ മാനദണ്ഡമൊക്കെ പുനഃപരിശോധിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു കാര്യം മുൻപ് തന്നെ നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് വളരെ ഈ ഒരു അറിയിപ്പ് വന്ന അന്നേരം തന്നെ എത്തിച്ചതാണ്. പക്ഷേ ഇപ്പോൾ പുതിയ നടപടിക്രമങ്ങൾ വരികയാണ്. അപ്പോൾ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ചില അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് അർഹതയനുസരിച്ച് മാത്രം ഈ ഒരു ആനുകൂല്യത്തിന് ആർക്കൊക്കെയാണോ അർഹതയുള്ളത് അവർക്ക് മാത്രം നൽകുന്ന ഒരു നടപടിയിലേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പോവുകയാണ്. ഇപ്പോൾ തുക വർദ്ധിപ്പിക്കാനുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. 3000 രൂപയിലേക്ക് ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെടുത്തി ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. UDF സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു കാര്യം തീർച്ചയായിട്ടും നടപ്പാക്കുമെന്ന് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അറിയിപ്പുകൾ. വരുന്ന മാസം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കർശനമായിട്ടുള്ള പരിശോധനകൾ ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വാങ്ങിക്കുന്ന 62 ലക്ഷത്തോളം വരുന്ന ആളുകളെ ഇത് നേരിട്ട് തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു തുക വാങ്ങാൻ അർഹതയുള്ള ആളുകളാണോ എന്ന് നമ്മൾ തന്നെ തെളിയിക്കേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യം വരാൻ പോവുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ചില വിട്ടുവീഴ്ചകൾക്കും സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ്, AC ഉള്ള വീടുകളിൽ എന്തെങ്കിലും കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾക്ക് AC വെച്ച് കൊടുത്തു എന്നുള്ള പേരിൽ ഇനി ക്ഷേമ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകില്ല. പക്ഷേ ഈ ഒരു പെൻഷൻ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന് അർഹതയുണ്ടായിരുന്നു. അതിനുശേഷം നിങ്ങളുടെ സാമ്പത്തിക ശേഷി ഉയർന്നു വന്നു. ആ ഒരു അവസരത്തിൽ നിങ്ങൾ ഈ ഒരു പെൻഷൻ സ്കീമിൽ നിന്ന് സ്വയമേ പുറത്ത് പോയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇനി അങ്ങോട്ട് പെൻഷൻ തുക ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവും. നിങ്ങളുടെ വാഹനങ്ങളുടെ കണക്കെടുപ്പുണ്ടാവും. നിങ്ങൾക്ക് വാഹനങ്ങളുണ്ടോ? നിങ്ങളുടെ വീടിൻ്റെ വലിപ്പം എത്രമാത്രം ഉണ്ടാവും? നിങ്ങളുടെ വീടുകളിൽ സാമ്പത്തികമായിട്ട് നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ളവരാണോ? അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ അല്ലെങ്കിൽ വിധവാ പെൻഷൻ വാങ്ങുന്ന അല്ലെങ്കിൽ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾ അവർ പുനർവിവാഹം കഴിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ വീണ്ടും വിവാഹം കഴിച്ച ആളുകളാണോ എന്നൊക്കെയുള്ള പരിശോധനകൾ. കൂടാതെ തന്നെ വാർഷിക വരുമാനം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് വാർഷിക വരുമാനം നിലവിലത്തെ സാഹചര്യത്തിൽ 1 ലക്ഷം രൂപയാണ്. പക്ഷേ ഇതിൽ ഗണ്യമായിട്ടുള്ള മാറ്റം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളിലൊന്ന്. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകൾക്കും ബാധകമായിട്ടുള്ള ഒരു കാര്യമാണിത്. കാരണം ഇനി അങ്ങോട്ട് തുക വർദ്ധിപ്പിക്കുമ്പോൾ വലിയൊരു ശതമാനം തുക, ഏകദേശം 500 കോടി രൂപയ്ക്കടുത്ത് സംസ്ഥാന സർക്കാർ അധികമായിട്ട് കണ്ടെത്തേണ്ടി വരികയാണ്. ഈ ഒരു തുക കണ്ടെത്തേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു കാരണത്താൽ തുക മുടങ്ങിപ്പോകാൻ പലർക്കും സാധ്യതകൾ വളരെ കൂടുതലാണ്. ചെറിയൊരു കാരണം കൊണ്ട് പോലും ഒരുപക്ഷെ തുക മുടങ്ങിപ്പോകാൻ സാഹചര്യം ഉണ്ടാവും. കാരണം അർഹതപ്പെട്ടവരിലേക്ക് കൂടുതലായിട്ട് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നടപടികളെല്ലാം തന്നെ ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുക. വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അറിയിപ്പാണ്. ഈ ഒരു കാര്യം മറ്റുള്ള ആളുകളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുക, ഇല്ലെങ്കിൽ ഈ ഒരു ആനുകൂല്യത്തിൽ നിന്ന് പുറത്തു പോവുക.